Watch full episodes on Jio Hotstar. നമ്മളങ്ങനെ റോക്ക് ഗാർഡനിൽ എത്തിപ്പെട്ടു. അതെ, ഇതാരായി കരയുന്നത്? അതെ, എന്റെ സുഹൃത്തെ, എന്തിനാ കരയുന്നത്? എന്താ നിങ്ങൾക്ക് പറ്റിയത്? ഇതിപ്പോ എന്താ പറയാ, എന്റെ പേര് കമൽ സിംഗ് എന്നാണ്. ഞാനാണെങ്കിൽ മരത്തേലുള്ള തേനീച്ചക്കൂട്ടിൽ നിന്ന് തേനെടുത്ത് ടൂറിസ്റ്റിന് വിറ്റോണ്ടിരിക്കുകയായിരുന്നു സാർ. പക്ഷെ ഗേറ്റിന്റെ അടുത്ത് ഇപ്പൊ പുതിയൊരു തേൻ കട വെച്ചിട്ടുണ്ട് സാർ. അവിടെ ഫാക്ടറിയിൽ ഉണ്ടാക്കണ ഹണിയാണ് വിൽക്കണേ. അതുകൊണ്ട് തന്നെ എന്റെ തേൻ ആരും വാങ്ങാറില്ല സാർ. എന്റെ വയറ്റ് ഇപ്പോഴും മുഴുവൻ ഇതിലായിരുന്നു ഓടിക്കൊണ്ടിരുന്നത് സാർ. എന്റെ വീട്ടില് ചെറിയ ചെറിയ കുട്ടികളുണ്ട്, പിന്നെ ഒരു ഭാര്യയുണ്ട് സാർ. എനിക്ക് ഇവന്റെ സങ്കടം കണ്ടു നിൽക്കാൻ പറ്റുന്നില്ലേ. എനിക്ക് ഇവനെ സഹായിച്ചേ പറ്റൂ. നിങ്ങളുടെ കച്ചവടം ഞാൻ നടത്തി കാണിച്ചു തരാം. ഞാൻ ഇപ്പൊ തന്നെ പോയി തേൻ എടുത്തോണ്ട് വരാം. എന്നിട്ട് അത് വിറ്റ് ഞാൻ കാണിച്ചു തരാം. ഒരു സാധനം വിൽക്കുന്നത് ഒരു പ്രത്യേക കലയാണ്. കല. പ്യൂർ തേന് നിങ്ങൾ എവിടുന്ന് കൊണ്ടുവരുന്നു എന്നാ പറഞ്ഞത്? അത് ദേ അകത്തൊരു മരമുണ്ട്. ആ മരത്തിലെ തേനീച്ചകളുടെ ഒരു കൂടുണ്ട്. അതിൽ നിന്നാ ഞാൻ തേൻ എടുത്തോണ്ടിരുന്നത്. അത് ശരി, ഞാൻ ഇപ്പൊ തന്നെ കൊണ്ടുവരാം. അല്ല നിക്ക് സാറേ. അവൻ പറഞ്ഞ മരം എവിടെ? മരത്തിലുള്ള തേൻ എവിടെ? തേൻ കൂടെ എവിടെ? ശരിയാണല്ലോ, ദേ അവിടെയുണ്ട്. സഹോദര, നിങ്ങൾ എന്തിനാ വെറുതെ അങ്ങനെ കരയുന്നത്? നിങ്ങൾക്ക് വല്ല ബിസിനസ് നഷ്ടപ്പെട്ടതാണോ? അതൊന്നുമല്ല എന്റെ കൂട്ടുകാരെ, നിങ്ങൾക്ക് എന്നെ മനസ്സിലാവുന്നില്ലേ? പറ, ഞാൻ ആരാണ്? എന്റെ അമ്മോ, ആരാണ് താൻ? ആരാണ്? അതെ, ആരാ? നിങ്ങൾ സ്വയം പറഞ്ഞോളൂ പ്ലീസ്. അയ്യോ, ഞാൻ മോട്ടുവാണ്. എന്താ തേനീച്ചകള് കുത്തി എന്നെ ഈ പരുവത്തിലാക്കി കളഞ്ഞതാണ്. കണ്ടില്ലേ, ഇവിടെ കുത്തി, ഇവിടെയും കുത്തി, ഇവിടെയും കുത്തി, അങ്ങനെ എല്ലാ സ്ഥലത്തും കുത്തിയെന്നേ. ഞാൻ ആക്ച്വലി നിങ്ങളോട് അപ്പോഴേ പറയാൻ വരികയായിരുന്നു. പക്ഷെ നിങ്ങൾ പറയണതിന് മുമ്പ് തന്നെ ഓടാൻ തുടങ്ങിയില്ലേ. പിന്നെ അങ്ങനെ തന്നെ മരത്തെ കയറി. നിങ്ങൾ അങ്ങനെ കയറൂലേ? ഞങ്ങൾ ഇങ്ങനെ തുണി കെട്ടിയിട്ടൊക്കെയാ പോണേ. പിന്നെ താഴെന്ന് തീ വെച്ച് പുകയടിക്കും. പിന്നെ ഈച്ചകളെ ആദ്യം കൂട്ടിന്ന് ഓടിക്കും. അത് കഴിഞ്ഞ കൂട് താഴെ ഇറക്കിയിട്ട് തേരെടുക്കൂ. എനിക്ക് കമ്പിളിയുടെ ആവശ്യമൊന്നുമില്ല, പുക മാത്രം ഇട്ടാൽ മതി. മനസ്സിലായോ? ഇന്ന് ഞാൻ അതിൽ നിന്ന് തേനെടുത്ത് അത് വിറ്റ് കാണിക്കുകയും ചെയ്യും. ഇതാണ് ശരിക്കുമുള്ള സമയം. കിട്ടിപ്പോയി. നല്ല ഒന്നാം തരം ഒറിജിനൽ തേന്. എന്റെ വീടെല്ലാം നശിപ്പിച്ചു കളഞ്ഞു. ഇനി ഞാൻ എവിടേക്കാ പോകുക? ഞങ്ങളുടെ എല്ലാം നഷ്ടപ്പെട്ടു. ഞാനും എന്റെ കൂട്ടുകാരും ഇനി എവിടേക്കാണ് പോകുന്നത്? ഇനി തേനീച്ച എങ്ങോട്ടാണ് പോവുക? ഇതെനി എങ്ങനെ ഈ ലോകത്ത് ജീവിക്കും? റാണി തേനീച്ചേ, സോറി. നിങ്ങളുടെ തേനീച്ചക്കൂട് ഞങ്ങൾ അറിയാതെ തകർത്തതാ. സോറിയോ? ഇനി നിങ്ങൾ സോറി പറഞ്ഞിട്ട് എന്താ കാര്യം? കൂട് നശിപ്പിക്കാതെ തേനെടുക്കാമായിരുന്നില്ലേ? സോറി, ഞാൻ എന്തെങ്കിലും ചെയ്യാമെന്ന്. ഞാൻ നിങ്ങളുടെ ഈ തേൻകൂട് തിരിച്ചു വെച്ച പോരെ? ഞാൻ കൊണ്ടുപോയിക്കൊള്ളാം, നിങ്ങൾ സഹായിക്കണ്ട. പ്രശ്നങ്ങളുമായിട്ടാണ്
എല്ലാരും ചേർന്ന് നമ്മുടെ കൂടെ അവിടെ കൊണ്ടുവയ്ക്കൂ. എന്നെ വിട്ടേക്കൂ. കമൽ സാറേ, ഞാനിപ്പോ ഈ തേന് നിങ്ങൾക്ക് വിറ്റ് കാണിച്ചു തരട്ടെ. വന്നാട്ടെ 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 വന്നാട്ടെ, വന്ന് വേഗത്തിൽ നല്ല ഒറിജിനൽ തേന് വാങ്ങിച്ചാട്ടെ വാങ്ങിച്ചാട്ടെ. നല്ല ഒറിജിനൽ തേന്, അത് 500 രൂപയ്ക്ക്, വെറും 500 രൂപയ്ക്ക്. എന്താ പറഞ്ഞേ? പ്യൂർ തേനാണെങ്കിൽ വളരെ നല്ലതാണല്ലോ. എനിക്ക് കുറച്ച് വേണം. കണ്ടിട്ട് തന്നെ സൂപ്പറാണെന്ന് തോന്നുന്നു. ഇതാ ഈ കാശ് വെച്ചോ. കണ്ടില്ലേ സുഹൃത്തെ, ഒരു നിമിഷം കൊണ്ടല്ലേ ഞാൻ ആ ഭരണി മുഴുവൻ വിറ്റ് തീർത്തത്. ഹലോ, ഇത് പ്യൂർ തേനാണെന്നല്ലേ താൻ എന്നോട് പറഞ്ഞത്? ദാ ഇത് കണ്ടില്ലേ, ഇതെന്ത് മാത്രം മോശമാണെന്ന്. ഇതിനകത്ത് എന്തെല്ലാം സാധനമാണ് കിടക്കുന്നത്. അതെ, എനിക്കെന്റെ കാശിക്ക് തിരിച്ചു തന്നെ. അത് തേനീച്ച കൂടുന്ന ഒരു പീസ് താഴെ വീണതാ. തേൻ എടുക്കുന്ന സമയത്ത് ഇങ്ങനെ താഴെ വീഴുന്നതൊക്കെ സർവ്വസാധാരണമല്ലേ? ചതിവാണ് നിങ്ങൾ ചെയ്യുന്നത്, ചീറ്റിംഗ് ആണ് ചെയ്യുന്നത്. എന്നിട്ട് പ്യുവർ ഹണിയാണെന്ന് പറയണു. ഈ ആൾക്കാരൊക്കെ ആളുകളെ പറ്റിക്കുന്നവരാണ്. അടിക്കുമാരെ വെറുതെ വിടാൻ പാടില്ല. Stop in the name of law. ഇന്ത്യ നിയമമാണ് സത്യം, ഭാരതമാതാവാണ് സത്യം. അതെ, തേൻ വിൽക്കുന്നതിൽ എനിക്ക് 20 കൊല്ലത്തെ അനുഭവം ഉണ്ട് കേട്ടോ. ഞാനൊരു കാര്യം കേട്ടിട്ടുണ്ട്. ഒരു തേനീച്ചനെ പിടിച്ച് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ള തേനിനകത്തിട്ട് കഴിഞ്ഞാൽ ആ തേനീച്ച ഹണിയിൽ നിന്നും പറന്നു കഴിഞ്ഞാൽ അത് ഒറിജിനൽ തേനാണെന്ന് അർത്ഥം. പക്ഷെ പറഞ്ഞിട്ടില്ലെങ്കിൽ ആ തേന് ഡ്യൂപ്ലിക്കേറ്റ് ആണെന്ന് അർത്ഥം. അതെ, നിങ്ങൾ പറഞ്ഞത് ശരിയാണ്. അവര് ഏത് സമയവും കൂട്ടിലിരിക്കാറില്ലല്ലോ, ഇടയ്ക്കിടയ്ക്ക് പുറത്തു പോയി വരില്ലേ. അതുകൊണ്ടാ ഒട്ടിപ്പിടിക്കാത്തത്. ഐഡിയ. ഇനി ഞാൻ ജനങ്ങൾക്ക് പ്യൂർ തേനിനെ കുറിച്ചുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കും. നിങ്ങൾ ചെന്ന് വേഗം തേന് കൊണ്ടുവരൂ, ഞാൻ ഇപ്പൊ വന്നേക്കാം. അതെ നിൽക്കൂ, ഒരു മിനിറ്റ് ഒരു കാര്യം പറഞ്ഞോട്ടെ. കണ്ടില്ലേ, ഞാനിപ്പോ തേനീച്ചയെ കൊണ്ടുവന്നിരിക്കുകയാണ്. ഇനി നിങ്ങൾ ഒരു പ്ലേറ്റിൽ കുറച്ച് തേനെടുത്തോണ്ട് വരൂ, വേഗമാവട്ടെ. തേന് വാങ്ങിച്ചോളൂ. തേന്, നല്ല പ്യൂർ തേന്, തെളിവ് സഹിതം ഇത് തെളിയിക്കപ്പെടുന്നതാണ്. വരൂ, വന്ന് കണ്ടാസ്വദിക്കൂ, എന്നിട്ട് വാങ്ങൂ പ്യൂർ തേൻ. എന്താ ഇപ്രാവശ്യം തെളിവ് സഹിതമാണോ വന്നിരിക്കുന്നത്? പ്യൂർ തേനാണെന്നുള്ളത് എന്താണോ തെളിവ് തന്റെ കയ്യിലുള്ളത്? ഈ തേനിൽ ഒരു തേനീച്ച ഇടൂ. ഒരു പക്ഷേ തേനീച്ച ഒട്ടിപ്പിടിക്കുകയാണെങ്കിൽ ഇത് ഡ്യൂപ്ലിക്കേറ്റ് ആണ്. ഒരു പക്ഷേ തേനീച്ച പറന്നു പോവുകയാണെങ്കിൽ ഇത് നല്ല പ്യൂർ തേനുമാണ്. ചേടാ, അതും ശരിയാണല്ലോ. അത് ശരിയാ, ഞാനും കേട്ടിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ തേനീച്ച പിടിച്ച് അതിനകത്ത് ദേ കണ്ടോളൂ, നോക്കൂ. പ്യുവർ ഹണിയാണ് ഇത്, ശരിക്കും പ്യുവർ ഹണിയാണ്. തരൂ, എനിക്ക് വേണം. എനിക്ക് വേണം. തരാംന്നേ, ആരും ധൃതി വയ്ക്കല്ലേ. ഇപ്പൊ ഞങ്ങളുടെ കയ്യിൽ ഈ ഒരു ജാർ തേനേ ഉള്ളൂ, ബാക്കി ഞങ്ങൾ കൊണ്ടുവരാംന്നേ. തേനീച്ച കുത്തിയേ, ഓടിക്കോ. ഓടിച്ചെടുത്തല്ല മമ്മി, രക്ഷകനെ. അയ്യോ, ആരെങ്കിലും ഒന്ന് രക്ഷിക്കണേ. ഹണി, come with me. Get up. ഓടിച്ചെടുത്തല്ല. എന്റെ 20 കൊല്ലത്തെ അനുഭവത്തിൽ ഇത്രയും തേനീച്ചക്കടി ഞാൻ കൊണ്ടിട്ടേ. അല്ല, നിങ്ങളൊക്കെ എനിക്ക് വേണ്ടി ഇത്രയൊക്കെ ചെയ്തില്ലേ? വളരെയധികം നന്ദിയുണ്ട് സാർ. ആരാണ് ഈ കാലത്ത് ഇതുപോലൊക്കെ ചെയ്യണേ? സോറി ജി, നിങ്ങൾക്കൊക്കെ വളരെ ബുദ്ധിമുട്ടുണ്ടാക്കി ഞാൻ. ഇതിനേക്കാളും കൂടുതൽ തേന് വേണമല്ലോ. പക്ഷെ ദിവസവും നമ്മളിങ്ങനെ മരത്തെ കയറി എങ്ങനെ തേൻ എടുത്തോണ്ട് വരും? വെറും വയറ്റിൽ എന്റെ ബുദ്ധി പ്രവർത്തിക്കില്ലെന്ന് അറിഞ്ഞൂടെ പത്തലോ നിനക്ക്? അതുകൊണ്ട് എന്തെങ്കിലും ആലോചിക്കൂ. ഐഡിയ. ദേ കണ്ടോ? അടിപൊളി. Wow.
നിങ്ങൾ ഇവിടെ നിന്ന് തേൻ എടുത്തോളൂ, എന്നിട്ട് ഈ ഹണിയുടെ ബിസിനസ് നന്നായി വളർത്തിക്കോളൂ. നിങ്ങൾക്ക് നല്ല പ്യുവർ തേനും കിട്ടും, അതുപോലെ തേനീച്ചകൾക്ക് യാതൊരു പ്രശ്നം ഉണ്ടാവില്ല. ഈ ഐഡിയ വളരെ നന്നായിരിക്കുന്നല്ലോ. എന്താ ഇത് റാണി തേനീച്ച സംസാരിക്കുന്നല്ലോ? നന്നായി. ഹണി ബിസിനസ് ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. ഇനി ഞങ്ങളുടെ കൂടെ നശിപ്പിക്കാൻ ശ്രമിക്കരുത്, കേട്ടോ? മനസ്സിലായോ? ഇത് വളരെ നല്ലൊരു ഐഡിയ ആണ്. താങ്ക് യു. നിങ്ങൾക്ക് വളരെ നന്ദിയുണ്ട് എന്നെ ഇങ്ങനെ സഹായിച്ചതിന്. ഞാൻ നിങ്ങൾക്ക് ചൂട് ചൂട് സമോസ ചായയുടെ കൂടെ വാങ്ങിച്ചു തരാം. സമൂസയോ? ഒളിച്ചേ! Watch India's largest kids library only on Jio Hotstar. Download the app now.